ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. A+ ലേണിങ്ങിൻ്റെ പുതിയൊരു PSC ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ CRT ജിയോഗ്രഫിയുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, നമ്മൾ ധാരാളം കേട്ടുള്ളൊരു വാക്കാണ് സമതാപ രേഖകൾ, അല്ലേ? സമതാപ രേഖകൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഐസോതേംസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ? അതായത് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ സമതാപ രേഖകൾ അഥവാ ഐസോതേംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ? ഒരേ താപനിലയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ്, സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ സമതാപ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ PSC ഇങ്ങനെ പഠിച്ചു പോകുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ 10ാം സ്റ്റാൻഡേർഡിലെ 9ാം സ്റ്റാൻഡേർഡ് അല്ല 10ാം സ്റ്റാൻഡേർഡിലെ ജിയോഗ്രഫി 1ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ. ഭൂപടത്തിൽ ഒരേപോലെയല്ല സമതാപ രേഖകൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? അങ്ങനൊരു ചോദ്യമുണ്ട് കേട്ടോ. നോക്കൂ, ഈ ഭൂപടം നോക്കൂ, ഇങ്ങനെ വളഞ്ഞു കിടക്കയില്ലേ, ബെൻഡ് ചെയ്ത് കിടക്കയില്ലേ, അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും താപനില കുറഞ്ഞു വരുന്നു. അത് 1ാമത്തെ ഒരു ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താം. അതിന് മുമ്പായിട്ട് ഭൂമധ്യരേഖ നോക്കൂ, ഇതാണല്ലോ നമ്മുടെ ഭൂമധ്യരേഖ, ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും, ഇങ്ങോട്ട് പോകും തോറും, ഇങ്ങോട്ട് തെക്കോട്ട് വരും തോറും എന്ത് ചെയ്യുന്നു? ഇതിൽ താപനില കുറഞ്ഞു വരുന്നു. ഒന്നുകൂടെ, ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും ഭൂമിയിൽ താപനില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ താപനില കുറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അറിയാം. നോക്കൂ, ഇത് സൂര്യനാണ്. സൂര്യൻ ഡയറക്റ്റായിട്ട് പതിക്കുന്ന മേഖലയാണ് ഭൂമധ്യരേഖ പ്രദേശം എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ നോർത്തിലേക്ക് പോകും തോറും സൂര്യൻ്റെ പ്രകാശം ചരിഞ്ഞു പതിക്കുന്നു. സൗത്തിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്ന അത് തന്നെയാണ്. സൂര്യൻ്റെ പ്രകാശം എന്ത് ചെയ്യുന്നു? ചരിഞ്ഞു പതിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ താപം ചരിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചൂട് കുറയും. എന്നാൽ സൂര്യൻ നേരിട്ട് പതിക്കുമ്പോൾ എന്താണ്? അവിടെ ചൂടിൻ്റെ അളവ് കൂടും. അതാണ് അതിൻ്റെ കാരണം. നോക്കൂ, ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും എന്താ സംഭവിക്കുന്നത്? താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇനി നോക്കൂ, നമ്മുടെ അവിടുത്തെ ഒരു ചോദ്യമുണ്ട്. ഭൂപടത്തിൽ ഒരേപോലെയല്ല സമതാപ രേഖകൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണ് സമതാപ രേഖകൾ എന്ന് പഠിച്ചു. എന്താണ് സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ? അതായത് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. കുറേ കൂടി 500 കിലോമീറ്റർ ഇപ്പുറത്ത് പോയാൽ 30 ഡിഗ്രി സെൽഷ്യസ് വരുന്നത് ഇവിടെ ആയിരിക്കും. എന്നാൽ കുറച്ചുകൂടെ അങ്ങോട്ട് അകലേക്ക് പോവുകയാണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്, ശരിയല്ലേ? അപ്പോൾ അതാണ് വൻകരകളെയും സമുദ്രങ്ങളെയും തമ്മിൽ ചേരുന്ന ഇടങ്ങളിൽ സമതാപ രേഖകൾ പ്രകടമായി വളയാൻ കാരണം. അതാണ് അവിടുത്തെ ഒരു പോയിന്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ, അല്ലെ? ഈ സ്ഥിതി ചെയ്യുന്നതാണ് ഭൂമധ്യരേഖ. ഇനി ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മുടെ സമുദ്രവും, യെല്ലോയിൽ കൊടുത്തിരിക്കുന്നതെല്ലാം എന്താണ്? ലാൻഡുമാണ്. അപ്പോൾ സമുദ്രത്തിലും കരയിലും ഒരേപോലെയല്ല എന്താണ് താപനില ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സമുദ്രത്തിൽ കരയിലും താപനിലയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെയുള്ള ഈ താപനില സമതാപ രേഖ ഇവിടെയും, അതോടൊപ്പം തന്നെ ഈ ലാൻഡിൽ കയറുമ്പോൾ അല്പം വളയുന്നു, അല്ലേ? ഇങ്ങനെ വളഞ്ഞു പോകുന്നു. വീണ്ടും അത് സമുദ്രത്തിലിറങ്ങുമ്പോൾ വീണ്ടും വളഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാണ് വരച്ചിരിക്കുന്നത് എങ്കിലും സമുദ്രത്തിലും കരയിലും
എന്താണ് വ്യത്യാസം വരുന്നുണ്ട്. സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ നേരെ വരയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെ? ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് വരയ്ക്കാൻ പറ്റുന്നത്. അതിന്റെ കാരണം എന്താണ്? സമുദ്രത്തിലും കടലിലും ഒരേ പോലത്തെ താപനില ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായിട്ട് വളയുന്നതിന്റെ കാരണം അതാണ്. താപനിലയിൽ വരുന്ന വ്യത്യാസമാണ് എൻ്റെ കാരണം. അതായത് ഇപ്പോ 30 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ് എല്ലാ ഈ കറക്റ്റ് ഇങ്ങനെ വരുന്ന സ്ഥലത്തെല്ലാം 30 ഡിഗ്രി ആണെങ്കിൽ അവിടെ വളയില്ല, നേരെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയാണ് 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്. എന്നാൽ ഒരു 500-200 കിലോമീറ്റർ മാറുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? അപ്പോൾ കുറേ കൂടെ മുകളിലാണ് 30 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. വീണ്ടും കുറച്ചുകൂടെ ഇത് നമുക്ക് പിന്നെ 30 ഡിഗ്രി സെൽഷ്യസ് വരുന്ന കുറേ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ താഴ്ന്നു വരുന്നു, അല്ലെ? ഒരു 10-200 കിലോമീറ്റർ ഇപ്പുറത്ത് തെക്കോട്ട് വരുന്നു. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്തത്? 30 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത്. ഇതാണ് ഇതിന്റെ വളയാൻ കാരണം. ചുരുക്കം ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നത്? അതായത് കടലും കരയിലും ഒരേപോലെയല്ല എന്താണ് അന്തരീക്ഷ താപനില, അല്ലെങ്കിൽ അന്തരീക്ഷ താപനില എല്ലായിടത്തും ഒരുപോലെയല്ല. എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പാരലായിട്ട് വരയ്ക്കാൻ പറ്റും, അല്ലെ? സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇത് ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഓക്കെ, അടുത്ത സമുദ്രത്തിലും കരയിലും താപത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്താണ് ബെൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ദക്ഷിണാർദ്ധ ഗോളത്തിൽ സമതാപ രേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമാകാൻ കാരണമെന്ന് നല്ലൊരു ചോദ്യമാണ്. നോക്കൂ, ഭൂമധ്യരേഖയുടെ തെക്ക് ഇതാണ് ദക്ഷിണാർദ്ധഗോളം, ഇത് ഉത്തരാർദ്ധഗോളം, ഇത് ദക്ഷിണാർദ്ധഗോളം. നോക്കൂ, ഉത്തരാർദ്ധഗോളത്തിലെ സമതാപ രേഖകൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നു, ഒരുപാട് ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കാം, ഇതാ കണ്ടോ, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു, അല്ലെ? ബെൻഡ് ചെയ്ത് പോകുന്നു. അടുത്തത് നോക്കാം, ഇവനെ നോക്കാം, ഇവനും ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ നിങ്ങൾ നോക്കൂ, ഏതാണ്ട് ഒരു പാരലായിട്ടല്ലേ പോകുന്നത്, സമാന്തരമായിട്ടല്ലേ പോകുന്നത്. ഏതാണ്ട് ഇതിനെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തില് ഏതാണ്ട് എന്താണ് സമാന്തരമായി പോകുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദക്ഷിണാർദ്ധഗോളത്തില് രാജ്യങ്ങളുടെ അളവ് കുറവാണ്, എണ്ണം കുറവാണ്, അല്ലെങ്കിൽ വൻകരകൾ കുറവാണ്, സമുദ്രമാണ് കൂടുതൽ. അപ്പൊ കൂടുതൽ സമുദ്രമാകുമ്പോൾ എന്താണ് അവിടെ താപനില ഏതാണ്ട് തുല്യമായിരിക്കും. ഏതാണ്ടെന്നേ പറയുന്നുള്ളൂ, തുല്യമായിരിക്കും. കറക്റ്റ് തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വളവ് വരില്ല, ചെറിയൊരു വളവ് വരുന്നുണ്ട്. എന്നാലും ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തില് സമതാപരേഖകൾ ഏകദേശം എന്താണ് സമാന്തരമായിട്ട് പോകാൻ കാരണം അവിടെ ലാൻഡിന്റെ അളവ് കുറവാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ യെല്ലോ കളർ കിടക്കുന്നതെല്ലാം എന്താണ് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് മുകളിലല്ലേ? ഭൂമധ്യരേഖയ്ക്ക് തെക്കാണെങ്കിലോ വടക്കാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ. തെക്കാണെങ്കിലോ ഇവിടെ സൗത്ത് അമേരിക്ക, പിന്നെ ഇവിടെ എന്താണ് ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ ഇവിടെ ഓസ്ട്രേലിയ. ഇത്രയും മാത്രമേ ഏതാണ്ട് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്നുള്ളൂ ലാൻഡായിട്ട്. ബാക്കിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രമാണ് കൂടുതലായതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഏറെക്കുറെ സമാന്തരമാകുന്നു എന്താണ് സമതാപ രേഖകൾ. ക്ലിയർ ആണോ? കടലും കരയും ധാരാളമുള്ളിടത്ത് അവിടെ ബെൻഡ് ചെയ്യുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ കടലാണ് കൂടുതൽ, അപ്പൊ ഏതാണ്ട് എന്താണ് സമാന്തരമായിട്ട് വരയ്ക്കാൻ പറ്റുന്നു. ക്ലിയർ ആണ്? യെസ്, ഓക്കെ. അടുത്ത് നോക്കിക്കോളൂ, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകളുടെ സാന്നിധ്യം കുറവാണ്, ഇങ്ങനെ സമാന്തരമായിട്ട് വരാൻ കാരണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പ രേഖകൾ. അടുത്തെന്താ പറയുന്നത്? ഭൂപടത്തിൽ ഒരേപോലെയല്ല സമതാപ രേഖകൾ കാണുന്നത്. എന്തുകൊണ്ട്? കാരണം എന്താണ്? ഭൂതലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് അന്തരീക്ഷ താപനിലയാണുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ബെൻഡായി പോകുന്നു. എന്താണ്? വൻകരകളും സമുദ്രങ്ങൾ ചേരുന്നിടങ്ങൾ സമതാപ രേഖകൾ പ്രകടമായി വളയാൻ കാരണം എന്ത്? അതായത് സമുദ്രത്തിലെ താപനില ആയിരിക്കില്ല പിന്നെന്താണ് വൻകരകൾ അല്ലെങ്കിൽ ലാൻഡിലെ താപനില. അതുകൊണ്ട് ഇങ്ങനെ വരച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? വളയുന്നു. സമുദ്രത്തില് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ ലാൻഡിൽ കയറുമ്പോൾ ആ 30 ഡിഗ്രി സെൽഷ്യസ് കിടക്കുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരയ്ക്കേണ്ടി വരുന്നു. വീണ്ടും 30 ഡിഗ്രി സെൽഷ്യസ് എവിടെ വരാൻ? ലാൻഡിൽ ഇവിടെ ആയിരിക്കും. അപ്പൊ തിരിച്ചിങ്ങനെ വളയേണ്ടി വരുന്നു. ഇതാണ് അതിന്റെ കാരണം. ഓക്കെ,
അടുത്തെന്താ പറയുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമാകാൻ കാരണം എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വൻകരകളുടെ അളവ് കുറവാണ്. അതാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. അടുത്ത്, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകളുടെ സാന്നിധ്യം കുറവാണ്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്ത് നോക്കിക്കോളൂ, ഭൂമിയുടെ താപീയ മേഖലകൾ ഏതൊക്കെയെന്നാണ് അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഇതിൽ 4-5 ചോദ്യം കിടപ്പുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഭൂമിയിലെ താപീയ മേഖലകൾ. നമ്മുടെ ഭൂമിയെ കുറച്ച് താപീയ മേഖലകളായിട്ടിരിക്കാം. അതായത് താപത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയെ വിവിധ മേഖലകളായിട്ടിരിക്കാം. ഏതൊക്കെ നോക്കൂ. ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിന്റെ അതേ ആ പേജ് ഞാൻ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണം, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി. നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മുടെ ഭൂമി, ടോട്ടലി നമ്മുടെ ഭൂമി. അപ്പോൾ ഞാനിത് അങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഭൂമി അല്ലേ, ഇതാണ് ഭൂമധ്യരേഖ. ഇതാ സ്ഥിതി ചെയ്യുന്ന ഭൂമധ്യരേഖ. ഇത് 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖ 0 ഡിഗ്രി. അടുത്ത്, ഭൂമധ്യരേഖയിൽ നിന്നും ഒരു 23 ഡിഗ്രി നോർത്തും 23 ഡിഗ്രി സൗത്തും 2 പ്രധാനപ്പെട്ട രേഖകളുണ്ട് അല്ലെ. ഇത് 23.5 ഡിഗ്രി നോർത്ത്, അതുപോലെ ഇത് സൗത്ത് 23.5 ഡിഗ്രി സൗത്ത് ആണ് അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരുണ്ട്. എന്താണ്? ഇത് ഉത്തരായന രേഖയെന്നും ഇത് ദക്ഷിണായന രേഖയെന്നും പറയും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ താപീയ മേഖല വരികയാണ്. എന്താണ് ആ താപീയ മേഖലയുടെ പേര്? ഉഷ്ണമേഖല എന്നാണ്. അപ്പൊ ഭൂമിയിലെ ഒന്നാമത്തെ താപീയ മേഖല ഉഷ്ണമേഖല. അവിടെ തീർന്നില്ല. അപ്പൊ ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയ്ക്കാണ് ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നത്? അതായത് ഭൂമധ്യരേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കുമായ ഈ പ്രദേശത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നത്. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കൂ, ഈ ഇത്രയുണ്ടല്ലോ, ഈ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഉഷ്ണമേഖല. മറക്കൂലല്ലോ. അപ്പൊ ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കും ആയ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഉഷ്ണമേഖല. അത് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന മേഖല. ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന മേഖല, അതാണ് എന്തോന്ന്? ഉഷ്ണമേഖല. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഉത്തരായന രേഖയ്ക്ക് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ്. ദക്ഷിണായന രേഖയ്ക്ക് പറയുന്ന ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് ഉഷ്ണമേഖല. ക്ലിയർ ആണ്? ഒന്നുകൂടെ, ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് 23.5 ഡിഗ്രി തെക്ക് വിളിക്കുന്ന പേര് ഉഷ്ണമേഖല. മറക്കണ്ട. രണ്ടാമത് നോക്കൂ, ഇനി നമുക്ക് കാണേണ്ടത് മിതോഷ്ണ മേഖലയാണ്. യഥാർത്ഥത്തിൽ മിതോഷ്ണ മേഖല 2 മേഖലയുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിലുമുണ്ട്, സദേൺ ഹെമിസ്ഫിയറിലുമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ മിതോഷ്ണ മേഖല ഉത്തര മിതോഷ്ണ മേഖല എന്ന് പറയും. ദക്ഷിണാർദ്ധഗോളത്തിലെ മിതോഷ്ണ മേഖല ദക്ഷിണ മിതോഷ്ണ മേഖല എന്ന് പറയും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ മിതോഷ്ണ മേഖല ഏതിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, 23.5 ഡിഗ്രി വടക്കിനും 66 ഡിഗ്രി വടക്കിനും ഇടയ്ക്കുള്ള ഈ മേഖലയെ വിളിക്കുന്ന പേര്, ഈ യെല്ലോ കൊടുത്തിരിക്കുന്ന ഈ മേഖലയെ വിളിക്കുന്ന പേരാണ് ഉത്തര മിതോഷ്ണ മേഖല. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ മിതോഷ്ണ മേഖല ഏതായിരിക്കും? 23.5 ഡിഗ്രി തെക്കിനും 66 ഡിഗ്രി തെക്കിനും ഇടയ്ക്കുള്ള ഈ മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് ദക്ഷിണ മിതോഷ്ണ മേഖല. എളുപ്പമല്ലേ? അപ്പോൾ ഉത്തര മിതോഷ്ണ മേഖല, ദക്ഷിണ മിതോഷ്ണ മേഖല. അപ്പോൾ ഉത്തര മിതോഷ്ണ മേഖല എന്ന് പറഞ്ഞാൽ ഉത്തരായന രേഖയ്ക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 23.5 ഡിഗ്രി വടക്കിനും 66 ഡിഗ്രി വടക്കിനും ഇടയ്ക്കുള്ള പ്രദേശത്തെയാണ് നമ്മൾ ഉത്തര മിതോഷ്ണ മേഖല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ മിതോഷ്ണ മേഖലയോ 23.5 ഡിഗ്രി തെക്കിനും 66 ഡിഗ്രി തെക്കിനും ഇടയ്ക്കുള്ള മേഖലയെ ദക്ഷിണ മിതോഷ്ണ മേഖല എന്ന് പറയും. 4 ചോദ്യം പഠിച്ചു. 4 അല്ല 3 ചോദ്യം പഠിച്ചു. അപ്പൊ ഉഷ്ണമേഖല എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് 23 ഡിഗ്രി തെക്ക്, അതാണ് നമ്മൾ ഉഷ്ണമേഖല. ഇനി ഉത്തര മിതോഷ്ണ മേഖലയോ 23 ഡിഗ്രി വടക്കിനും 66 ഡിഗ്രി വടക്കിനും ഇടയ്ക്കുള്ള മേഖല, ഉത്തര മിതോഷ്ണ മേഖല.
അപ്പോൾ ദക്ഷിണ മിതോഷ്ണ മേഖലയോ 23.5 തെക്കിനും 66 തെക്കിനും ഇടയ്ക്കുള്ള പ്രദേശത്തെ വിളിക്കുന്ന പേര് ദക്ഷിണ മിതോഷ്ണ മേഖല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതിൻ്റെ പേരാണ് എന്തോന്ന്, ഉത്തര ശൈത്യ മേഖലയും ദക്ഷിണ ശൈത്യ മേഖലയും. അപ്പോൾ ഉത്തര ശൈത്യ മേഖല എന്ന് പറഞ്ഞാൽ 66 വടക്കിനും 90 വടക്കിനും ഇടയ്ക്കുള്ള ഈ മേഖലയെ ഉത്തര മിതോഷ്ണ മേഖല എന്ന് ഉത്തര ശൈത്യ മേഖല എന്ന് പറയുന്നു. അതേസമയം 66 തെക്കിനും 90 തെക്കിനും ഇടയ്ക്കുള്ള ഈ മേഖലയ്ക്ക് പറയുന്ന പേര് ദക്ഷിണ ശൈത്യ മേഖല. എളുപ്പമല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും 3 മേഖലകളാണ് ഉള്ളത്. ഏതൊക്കെ? ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യ മേഖല. അതിൽ മിതോഷ്ണ മേഖലയെ നമുക്ക് 2ആയി തിരിക്കാം, ശൈത്യ മേഖലയെ നമുക്ക് 2ആയി തിരിക്കാം, അല്ലെ? ഏതൊക്കെയാണ് മിതോഷ്ണ മേഖല 2ആയി തിരിക്കുന്നത്? ഉത്തര മിതോഷ്ണ മേഖലയെന്നും ദക്ഷിണ മിതോഷ്ണ മേഖലയെന്നും. അപ്പൊ ഉത്തര മിതോഷ്ണ മേഖല ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയ്ക്കാണ്? 23.5 വടക്കിനും 66 വടക്കിനും ഇടയ്ക്കുള്ളത് ഉത്തര മിതോഷ്ണ മേഖല. അപ്പൊ ദക്ഷിണ മിതോഷ്ണ മേഖലയോ 23.5 തെക്കിനും 66 തെക്കിനും ഇടയ്ക്കുള്ള മേഖലയെ നമ്മൾ ദക്ഷിണ മിതോഷ്ണ മേഖല എന്ന് പറയുന്നു. ശൈത്യ മേഖലയും നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഉത്തര ശൈത്യ മേഖലയും ദക്ഷിണ ശൈത്യ മേഖലയും. അപ്പൊ ഉത്തര ശൈത്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? 66 വടക്കിനും 90 വടക്കിനും ഇടയ്ക്കുള്ള പ്രദേശത്തെ നമുക്ക് ഉത്തര ശൈത്യ മേഖല എന്നും, അങ്ങനെയാണെങ്കിൽ ദക്ഷിണ ശൈത്യ മേഖലയോ 66 തെക്കിനും 90 തെക്കിനും ഇടയ്ക്കുള്ള മേഖലയ്ക്ക് വിളിക്കുന്ന പേര് ദക്ഷിണ ശൈത്യ മേഖല. ക്ലിയർ അല്ലേ? ടോട്ടലി പറഞ്ഞാൽ ഭൂമിയിലെ താപീയ മേഖലകൾ 3 ഏതൊക്കെ? ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യ മേഖല. ഇനി മിതോഷ്ണ മേഖലയെ നമുക്ക് 2ആയി തിരിക്കാം, ഉത്തര മിതോഷ്ണ മേഖലയെന്നും ദക്ഷിണ മിതോഷ്ണ മേഖലയെന്നും. ശൈത്യ മേഖലയെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, ഉത്തര ശൈത്യ മേഖലയെന്നും ദക്ഷിണ ശൈത്യ മേഖലയെന്നും. ക്ലിയർ അല്ലേ? നന്നായിട്ട് പഠിച്ചെടുക്കുക, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ഓരോ കിലോമീറ്റർ ഉയരം കൂടുന്തോറും 6.4 എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇത് വളരെ പ്രധാനമാണ്. മുൻപ് SCERT പഠിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് അവിടെ പഠിപ്പിക്കുന്നത് ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1°C എന്ന തോതിൽ താപം കുറയുന്നു എന്നാണ് പഴയ SCERT പഠിപ്പിക്കുന്നത്. അതിന് അല്പ ചേഞ്ച്, കണക്കൊക്കെ അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് 10ാം സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഓരോ കിലോമീറ്റർ ഉയരം കൂടുന്തോറും എത്ര 6.4°C എന്ന തോതിൽ താപനില കുറയുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഇത് ട്രോപ്പോസ്ഫിയറിൽ സംഭവിക്കുന്നതാണ്. ട്രോപ്പോസ്ഫിയറിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അവിടെയും പരീക്ഷയ്ക്ക് ചോദിക്കും, ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. ഏതാണ്? 4 ലെയറിൽ അല്ലെങ്കിൽ 5 ലെയറിൽ ആദ്യത്തെ ലെയറായ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിലാണ് എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. കാരണം കൃത്യം പറയുന്നില്ലേ, ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും 6.4°C എന്ന തോതിൽ താപം കുറയുന്നു അല്ലെ. മുൻപ് SCERT പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? 1°C എന്ന തോതിൽ താപം കുറയുന്നു. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക്. അത് വേറെ രീതി ചോദിക്കാം. ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. കറക്റ്റാണ്, ട്രോപ്പോസ്ഫിയർ. ഇനി ഒരു കണക്ക് പറയുന്നുണ്ട്, നോക്കൂ. അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് നോക്കൂ, ഇവിടെ ഭൗമോപരിതലത്തിൽ 0 കിലോമീറ്റർ ആണ്, ഹൈറ്റ് ഇല്ലല്ലോ, ഭൂമിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ താപനില 30°C ആണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുന്നു. 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് 6.4°C കുറയണം. അപ്പോൾ 30 ഡിഗ്രിയിൽ നിന്നും 1 കിലോമീറ്റർ മുകളിലേക്ക് പോയപ്പോൾ 23.6°C ആയി. എത്ര കുറഞ്ഞു? 6.4 കുറയുന്നു. അവിടെ നിന്ന് വീണ്ടും 1 കിലോമീറ്റർ പോയി 2 കിലോമീറ്റർ മുകളിൽ വന്നു. അപ്പോൾ ഈ 23.6 നിന്നും വീണ്ടും എന്ത് ചെയ്യുന്നു? 6.4 കുറയുന്നു. അപ്പോൾ അവിടുത്തെ താപനില എത്രയാണ്? 17.2°C ആണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മുകളിലേക്ക് പോയി വീണ്ടും 6.4 കുറയുന്നു. അവിടെ എത്ര താപനില? 10.8 ആണ്.
അല്ലേ? വീണ്ടും അവിടെ നിന്ന് 4 കിലോമീറ്റർ, അവിടെ നിന്നല്ല ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ 3-ൽ നിന്ന് 1 കിലോമീറ്റർ മുകളിലോട്ട് പോയപ്പോൾ താപനില എത്രയായിട്ട് കുറയുന്നു? 4.4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയുകയാണ്. ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും 6.4 കുറയുന്നു. അപ്പൊ ഇവിടെ 3 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്ററിലേക്ക് പോയപ്പോൾ 4.4 ഡിഗ്രി സെൽഷ്യസ് ആയി. 4 കിലോമീറ്ററിൽ നിന്നും 1 കിലോമീറ്റർ കൂടെ മുകളിലേക്ക് പോയപ്പോൾ അവിടെ താപനില മൈനസിലെത്തുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ 4.4 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയുമ്പോൾ -2 ഡിഗ്രി ആവുന്നു. അവിടെ നിന്നും 1 കിലോമീറ്ററുടെ മുകളിലോട്ട് പോയാലോ അവിടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ഈ -2 ഡിഗ്രിയിൽ നിന്നും -2 ഡിഗ്രിയിൽ നിന്നും 6.4 ഡിഗ്രി കുറച്ചാൽ എത്ര കിട്ടുമോ അവിടെ അതാണ് ഇതാ ഇവിടെ വരുന്ന ആൻസർ. നിങ്ങൾ കണ്ടെത്തണം. അത് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ഒന്നുകൂടെ പറയാം. ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ്, അല്ലെ? ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. വേറെ ഒന്നും വേണ്ട. നമ്മൾ കൊടൈക്കനാല്, ഊട്ടി ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ താഴെ നിൽക്കുമ്പോൾ നമുക്ക് അല്പം ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. ഓരോ ഹെയർപിൻ വളവ് കയറി മുകളിലോട്ട് പോകുന്തോറും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. അത് തന്നെയാണ് ഈ പറയുന്നത്. മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ താപനില കുറയുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. അപ്പൊ ഇവിടെ ഇത് ശ്രദ്ധിക്കണേ, ഇതും ശ്രദ്ധിക്കണം. പഴയത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇങ്ങനെയാണ്. ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു. ഇപ്പൊ പറയുന്നത് എന്താണ്? ഓരോ കിലോമീറ്റർ, ഇത് രണ്ടും തമ്മിൽ ശരി കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ മീറ്റർ പറയുന്നു, ഇവിടെ കിലോമീറ്റർ പറയുന്നു. ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുന്നു. ഇതിന് പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. വേറൊരു ചോദ്യമുണ്ട്. ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണെന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഓക്കെ, അടുത്ത് നോക്കൂ. സമുദ്രജല പ്രവാഹങ്ങൾ ഇതൊരു ടോപ്പിക്ക്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ SCERT പറയുന്നുള്ളൂ. ഒരു വലിയ ടോപ്പിക്കാണ്, മനസ്സിലായല്ലോ? വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പൊ ഇവിടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ടച്ച് ചെയ്യുന്നുള്ളൂ. സമുദ്രജല പ്രവാഹങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ഓഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്കുള്ള സമുദ്രജലത്തിന്റെ ഒഴുക്കിന് പറയുന്ന പേരാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അതായത് സമുദ്രത്തിലെ ജലം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുന്നത്. കിലോമീറ്റർ നീളവും വീതിയും ഉണ്ടാവും അതിൻ്റെ ഒഴുക്കിന്. നീളവും വീതിയല്ലോ, വീതിയും അതുപോലെ ആഴവും ഉണ്ടാവും ഒഴുക്കിന്. അടിയൊഴുക്കെന്നൊക്കെ നമ്മൾ പറയും. നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ സമുദ്രത്തിൽ ജലം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ഒഴുകുന്നതിന് പറയുന്ന പേരാണ് സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷൻ കറൻസ്, അല്ലെ? സമുദ്രത്തിലെ നദികളെന്നും ഈ സമുദ്രജല പ്രവാഹങ്ങളെ വിളിക്കാറുണ്ട്. സമുദ്രജല പ്രവാഹങ്ങളെ സമുദ്രത്തിലെ നദികളെന്നും വിളിക്കാറുണ്ട്, അല്ലെ? സമുദ്രജല പ്രവാഹങ്ങൾ പൊതുവെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തിരിക്കാം. എന്താണ്? ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. ഇതൊന്നും 10ാം ക്ലാസ്സിൽ പഠിക്കാനില്ല, PSCക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു വലിയ ടോപ്പിക്കാണ്, അല്ലെ? അപ്പൊ സമുദ്രജല പ്രവാഹങ്ങളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതാണ്? ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. എന്താണ് ഉഷ്ണജല പ്രവാഹം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വരച്ച് പറഞ്ഞുതരാം. ഇത് ഭൂമധ്യരേഖ. സ്വാഭാവികമായും ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും. അതായത് ചൂട് കൂടിയ പ്രദേശത്ത് നിന്നും താപം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള സമുദ്രജലത്തിന്റെ ഒഴുക്കിന് പറയുന്നത് ഉഷ്ണജല പ്രവാഹം. അതിന്റെ ഓപ്പോസിറ്റാണ് ശീതജല പ്രവാഹം. എന്താണ്? തണുത്ത പ്രദേശത്ത് നിന്നും ചൂടുള്ള പ്രദേശത്തേക്കുള്ള സമുദ്രജലത്തിന്റെ ഒഴുക്കിന് പറയുന്ന പേരാണ് എന്താ? ശീതജല പ്രവാഹം. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് അങ്ങോട്ടാണെങ്കിൽ അത് ഉഷ്ണജല പ്രവാഹം. ഇനി ഇവിടെ ഇത് ഉഷ്ണജല പ്രവാഹം എന്ന് പറയാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിനെന്ത് പറയാം? ശീതജല പ്രവാഹം എന്ന് പറയാം. അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്കൊരു PSC ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നോക്കൂ, ഇനി നമുക്ക് തിരിച്ചു വരാം. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുന്ന സമുദ്രജല പ്രവാഹത്തിന്റെ പേരെന്താണ്? SCERT പറയുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓരോ സമുദ്രത്തിലും വ്യത്യസ്ത പ്രവാഹങ്ങളുണ്ട്. അതിനെ തന്നെ നമുക്ക് ഹോട്ടും കോൾഡുമായിട്ട് തിരിക്കേണ്ടതുണ്ട്. അതിവിടെ ഞാൻ പറയുന്നില്ല. ഇവിടെ SCERT പറയുന്നത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നോക്കിക്കൊള്ളൂ. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന പ്രവാഹത്തിന്റെ പേര്
ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെ. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അതെന്താണ്? ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അതായത് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക്, യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നല്ല തണുത്ത പ്രദേശമാണ് അല്ലെ. അപ്പോൾ യൂറോപ്പിൻ്റെ തണുപ്പിന് ഒരല്പ ആശ്വാസം കൊടുക്കുന്ന പ്രവാഹത്തിൻ്റെ പേര്, ഒരല്പ ചൂട് കൊടുക്കുന്ന പ്രവാഹത്തിൻ്റെ പേരാണ് ഉഷ്ണജല പ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. അപ്പോൾ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ തണുപ്പിന് അല്പശമനം കൊടുക്കുന്നു. എന്തുകൊണ്ടത് ശമനം കൊടുക്കുന്നു? അത് ഉഷ്ണജല പ്രവാഹമായതുകൊണ്ടാണ്. യൂറോപ്പിൻ്റെ കൊടും തണുപ്പിനെ അല്പം ചൂടാക്കുന്നു. അപ്പോൾ യൂറോപ്പിനെ ഒന്ന് ചൂടാക്കുന്ന പ്രവാഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്താണ്? ഉഷ്ണജല പ്രവാഹമാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊന്ന് പറയുകയാണെ. കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരാൻ കാരണം എന്താണ്? അതായത് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ മാസങ്ങളോളം നല്ല കൊടും തണുപ്പ് അനുഭവപ്പെടാൻ വില്ലനായി വരുന്നൊരു കാരണമാണ് ലാബ്രഡോർ പ്രവാഹം. കാരണം എന്താ? ലാബ്രഡോർ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. അപ്പോൾ ഈ ശീതജല പ്രവാഹമായതുകൊണ്ടാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മാസങ്ങളോളം കൊടും തണുപ്പ് അനുഭവപ്പെടുന്നത്. വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്ന് പറയുന്നത് ആരാണ്? ലാബ്രഡോർ പ്രവാഹം. എന്താ കാരണം? അത് ശീതജല പ്രവാഹം. അപ്പോൾ യൂറോപ്പിന് അല്പം ചൂട് കൊടുക്കുന്നത് ഉഷ്ണജല പ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹവും കാനഡയെ കൊടും തണുപ്പിൽ ആക്കുന്നത് ശീതജല പ്രവാഹമായ ലാബ്രഡോർ പ്രവാഹവുമാണ്. അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങൾ SCERT പറയുന്നത് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിച്ചുള്ളൂ. അല്ലാതെ പറയാൻ ഏതാണ്ട് 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. പല പാർട്ടുകളായിട്ട് സമുദ്രജല പ്രവാഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത പാർട്ടിലേക്ക് നമുക്ക് ഉടനെ തന്നെ കാണാം. നന്നായിട്ട് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക. ഈ വർഷം തന്നെ ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.